ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിലച്ച ഒരു അവസ്ഥയുമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നസെന്റ് എം പി ഇപ്പോൾ സ്ഥലത്തേക്ക് പോകുന്നതും. അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ്. അലക്സ്, നിലവിൽ 12 കോച്ചുകളാണ് പാളം തെറ്റി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 12 കോച്ചുകളും നീക്കം ചെയ്തതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. എങ്കിലും ഒരു ട്രാക്കെങ്കിലും പ്രവർത്തന സജ്ജമാക്കാൻ, ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എത്ര കോച്ചൊക്കെ നീക്കം ചെയ്താൽ ഒരുപക്ഷെ വൈകിട്ട് 6 മണിയോടുകൂടി ഒരു ട്രാക്കെങ്കിലും ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്? അഞ്ജു, ഞാനത് കൃത്യമായി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് RK മിശ്ര തന്നെ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ട്രെയിൻ അല്ലെങ്കിൽ പാളം തെറ്റിയ ട്രാക്ക് അല്ലാതെ മറ്റേ ട്രാക്കിലൂടെയുള്ള ഗതാഗതമായിരിക്കും പുനഃസ്ഥാപിക്കുക. തൃശ്ശൂരിലേക്കുള്ള ട്രെയിൻ ഗതാഗതം നാളെ രാവിലെയോടുകൂടെ മാത്രമേ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ ട്രാക്കിലേക്ക് ഏതാണ്ട് ഒരു ഏഴോളം കോച്ചുകൾ നല്ല രീതിയിൽ ചരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ട്രെയിനുകൾ, ഈ കോച്ചുകൾ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നിടത്തോളം മറ്റു ട്രാക്ക് വഴി മറ്റു ട്രെയിനുകൾക്ക് ഈ ട്രാക്ക് വഴി കടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഈ കോച്ചുകളെ ഉയർത്തിയാൽ മാത്രമേ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഒരു ക്രെയിൻ ഇവിടെ എത്തിച്ച് മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് ജാമായി നിൽക്കുന്ന ഭാഗങ്ങൾ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുന്നുണ്ട്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും തൊഴിലാളികൾ കൂടുതലായി ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് തന്നെ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഭാഗികമായെങ്കിലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് റെയിൽവേ പറയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള നടപടികൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും അവരും കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഏതാണ്ട് വൈകുന്നേരം 6 മണിയോടുകൂടെ ഒരു ഭാഗം എറണാകുളം ഭാഗത്തേക്കുള്ള റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പക്ഷേ അഞ്ജു, ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ബോഗികളെ ഉയർത്തുന്ന കാര്യം അത് പ്രയാസമാണ്, പണിപ്പെട്ട കാര്യമാണ്. അതിന് സമയമെടുക്കും. നിലവിൽ ഒരു ബോഗി പോലും ഇവിടെ ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഈ ക്രെയിൻ വന്ന അതിൻ്റെ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതേ ഉള്ളൂ. അത് ഏത് വിധത്തിൽ വേണം അത് ഉയർത്താനെന്നും ഏത് തരത്തിലേക്ക് വേണം അത് മാറ്റാനെന്നും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഓരോ ബോഗികൾ വീതം മാത്രമേ ഉയർത്തുകയുള്ളൂ. പ്രദേശവാസികൾ ആകെ ഈ ഒരു അപകടം കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രദേശവാസികളെ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ അവരുടെ കൂടുതൽ അപകടത്തിലേക്ക് അവരെത്താതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുക്കുന്നുണ്ട്. അവർ അനൗൺസ്മെന്റ് അടക്കം ഈ പറഞ്ഞ പ്രദേശവാസികൾ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ശരി അലക്സ്, ദയവായി തുടരുക. ഈ വാർത്തകളിലേക്കൊക്കെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.